അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ഇതിനെ വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടിയെടുത്തിട്ട് ഇതന്നെ വെട്ടിപ്പോയത് വെറുതെ ഒരു പേപ്പർ ഗൈസ്, ഒന്നുമില്ലാത്ത പേപ്പർ. അപ്പം നമുക്ക് ഇതിനെ ഇവിടെയായിട്ട് സ്ഥാപിക്കാം. ഇവിടെ നമ്മളിത് എവിടെ ഒട്ടിക്കും ഗൈസ്? കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ നമ്മൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തോട്ട എഴുതി വെക്കാം. തോട്ട എഴുതുന്ന മുമ്പ് 2 സ്റ്റിക്കറും കൂടി ഒട്ടിച്ചിട്ട് നമുക്ക് തോട്ട എഴുതാം. അതിൻ്റെ സ്റ്റിക്കർ എവിടെ വെച്ച് നിങ്ങൾ കണ്ടോ? കിട്ടി ഗൈസ്. എനിക്ക് 5 പാവയുണ്ട്. അപ്പം നിങ്ങളായിരിക്കും അയ്യേ ഇത്രയും വലുതായില്ല, എന്നിട്ടും പാവ വെച്ചാൽ കിടക്കണേ എന്നൊക്കെ ആലോചിക്കില്ലേ? എന്ത് ചെയ്യാനാന്നേ, എൻ്റെ പാവ എൻ്റെ ഇഷ്ടം. ഈ പാവകളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഗൈസ്. പിന്നെ എനിക്ക് വാങ്ങിച്ചു തന്ന പാവകളൊന്നും ഞാൻ കളഞ്ഞിട്ടും ഇല്ല. അതുകൊണ്ടാണ് 5 പാവ എന്ന് പറയുന്നത്. ഞാനൊരു പൂ എടുത്തിട്ടുണ്ട്. ഈ പൂ നമുക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കാം. നല്ല രസമുണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു നൃത്തം ചെയ്യുന്ന പെണ്ണ് എടുക്കണോ അതോ തണ്ണിമത്തം എടുക്കണോ എന്തെടുക്കണം കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാൻ തണ്ണിമത്തം എടുക്കുന്നില്ല. ഗിറ്റാർ വായിക്കുന്ന ചെറുക്കനെ എടുക്കണോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചത്. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? കുട്ടികളെ തണ്ണിമത്തം തരുന്ന പെണ്ണിനെ എടുക്കണോ വേണ്ട ആലോചിച്ച് തീരുമാനിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. പച്ചയായിട്ട് ഒത്തിരി ഉണ്ട് പക്ഷേ ഇതിനകത്ത്. പക്ഷേ അതൊന്നും എനിക്ക് എടുക്കാൻ തോന്നുന്നില്ല, മനസ്സിങ്ങനെ വരുന്നില്ല. ഒരെണ്ണത്തിൽ മനസ്സ് കൊടുക്കിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ അല്ലേ?